ന്യൂസ് 16 കേരള. ഇന്ത്യയുടെ ജലബോംബ് എത്രയും വേഗം നിർവീര്യമാക്കണം, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് പാക് സെനറ്റർ പാർലമെന്റിൽ. സിന്ധു നദി ജലകരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നീക്കത്തിൽ എത്രയും വേഗം പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പാക് സെനറ്റർ. പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫ് പാർട്ടി അംഗം സാഹിദ് അലി സഫറാണ് വിഷയം പാക് പാർലമെന്റിൽ ഉന്നയിച്ചത്. സിന്ധു നദി ജലകരാർ മരവിപ്പിച്ച സംഭവത്തെ ജലബോംബെന്നാണ് പാക് സെനറ്റർ വിശേഷിപ്പിച്ചത്. ഇന്ത്യ പാകിസ്ഥാനിൽ ഇട്ട ജലബോംബിനെ എത്രയും പെട്ടെന്ന് നിർവീര്യമാക്കണമെന്ന് സായിദ് അലി സഫർ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോട് പറഞ്ഞു. പാകിസ്ഥാനിലെ ഭൂരിഭാഗം ജനങ്ങളും സിന്ധു നദിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്നും സയ്യിദ് അലി സഫർ കൂട്ടിച്ചേർത്തു. പ്രതിസന്ധി എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കും. സിന്ധു നദിയാണ് നമ്മുടെ ജീവനാഡി. പാകിസ്ഥാനിൽ ഉപയോഗിക്കുന്ന ജലത്തിന്റെ 3/4 ഭാഗവും രാജ്യത്തിന് പുറത്തു നിന്നാണ് വരുന്നത്. 10ൽ 9 പേരും സിന്ധു നദീതടത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. രാജ്യത്തെ 90% കൃഷിയും ഈ നദിയെ ആശ്രയിച്ചാണുള്ളത്. രാജ്യത്തെ ഭൂരിഭാഗം ജലവൈദ്യുത പദ്ധതികളും ഈ നദിയിലാണ്. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഒരു ജലബോംബാണെന്ന് പറയുന്നത്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും സഹിദ് അലി സഫർ പാക് പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാക് സൈന്യത്തിന്റെ പങ്ക് കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു സിന്ധു നദി ജലകരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നീക്കം. അതിർത്തി കടന്നുള്ള പാക് ഭീകര പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതുവരെ തീരുമാനത്തിൽ മാറ്റമില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.